1 തെസ്സലോനിക്കർ 1:3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ഥിരത എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മക്കളോട് നമ്മൾ പലതും സ്ഥിരമായി ചെയ്യണം എന്ന് പറയാറുണ്ട്. സഭാരാധനയ്ക്ക് സ്ഥിരമായി പോകണമെന്നും അതിനെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമുക്കുള്ള പ്രത്യാശ സ്ഥിരത ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു മടങ്ങി വരും എന്ന പ്രത്യാശ, നിത്യമായി നാം കർത്താവിനോട് കൂടെ വാഴുമെന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, മറുപടി തരും എന്നുള്ളത്, ഇതൊക്കെ നമുക്ക് പ്രത്യാശ തരുന്ന വിഷയങ്ങളാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്നവയാണ്. ഈ സ്ഥിരത നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോവുക തന്നെ ചെയ്യും. ദൈവത്തിൽ പ്രത്യാശയില്ല എങ്കിൽ മറ്റെന്തിലെങ്കിലും മറ്റാരിലെങ്കിലും നാം പ്രതീക്ഷ വയ്ക്കും. അത് ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ കൈകളിൽ നമ്മെ എത്തിക്കുവാനിടയായിത്തീരും. കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത നമ്മിൽ വളരുവാനിടയാകട്ടെ. യെശയ്യാവ് 26:3 സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. സ്ഥിരമായ ഒരു മനസ്സുള്ളവർക്ക് യഹോവയിലുള്ള ആശ്രയവും സ്ഥിരമായിരിക്കും. അങ്ങനെ കർത്താവിൽ സ്ഥിരതയുള്ളവരെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് വചനം പറയുന്നു. ലോകത്തിൽ ആർക്കും ഒന്നിനും നമുക്ക് പൂർണ്ണ സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് മാത്രമാണ് അത് ലഭിക്കുന്നത്. കാരണം യേശു കർത്താവ് സമാധാന പ്രഭുവാണ്. സ്ഥിരമാനസരായി നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. വിലമതിക്കാനാവാത്ത സമാധാനം ദൈവം നമുക്ക് നൽകും. സങ്കീർത്തനം 119:133 എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. വചനത്തിൽ സ്ഥിരമായ ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളിലൊക്കെ സ്ഥിരത കാണുവാൻ ഇടയായിത്തീരും. ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ആയിരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശയിലും ആശ്രയത്തിലും വചനത്തിലുമൊക്കെ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ സ്ഥിരതയുള്ളവരായി നിലനിൽക്കുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.